7 ഡേയ്സ് മലേഷ്യൻ ട്രിപ്പിലെ ഞങ്ങളുടെ ഡേ 4നെ കുറിച്ച് പറയാം. ഡേ 4ൽ ഞങ്ങൾ റിഗാലിയ സ്യൂട്ട്സിൽ നിന്ന് ചെക്ക് ഔട്ട് ആവുകയാണ്. 3 നൈറ്റാണ് റിഗാലിയ സ്യൂട്ട്സ് എയർബിഎൻബിയിൽ ഞങ്ങൾ താമസിച്ചത്. ഇന്ന് രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ടാണ്. അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറക്കമൊന്നുമില്ല. രാവിലെ പ്രത്യേകിച്ച് കറക്കമൊന്നുമില്ല. കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭക്ഷണശേഷം നേരെ ഇൻഫിനിറ്റി പൂളിലേക്ക് പോയി. റിഗാലിയ സ്യൂട്ട്സിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്, 38th ഫ്ലോറിലാണ് ഈ ഇൻഫിനിറ്റി പൂൾ ഉള്ളത്. കോലാലംപൂർ ടൗൺ മൊത്തത്തിൽ നന്നായി കാണാൻ പറ്റും ഈ ഇൻഫിനിറ്റി പൂളിൽ നിന്ന് നോക്കിയാൽ. മലേഷ്യയിൽ ടൂർ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു എയർബിഎൻബി ആണിത്. എയർബിഎൻബി ആപ്പിൽ ഹോസ്റ്റഡ് ബൈ ലിവിൻ ആണ്. പൂളിൽ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴത്ത് തന്നെയുള്ള ഫ്ലോറിലാണ് ഫ്ലൈ മീ ടു KL, പ്രശസ്തമായ ഒരു ഫോട്ടോ പോയിൻ്റ് കഫേയാണ്. അവിടെ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതിമനോഹരമായ ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ള ഒരു കഫേയാണ്. ഈ കഫേയുടെയും ഒരു സൈഡ് മുഴുവൻ ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സിലൂടെയും കോലാലംപൂർ ടൗൺ നല്ല വ്യക്തമായിട്ട് കാണാം. തിരിച്ച് റൂമിലേക്ക് വന്നു. ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് നേരം ചെക്ക് ഔട്ടിൻ്റെ മുമ്പ് കുറച്ച് നേരം വിശ്രമിച്ചു. നെക്സ്റ്റ് റിസോർട്ടിലേക്കുള്ള ഗ്രാബ് ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടുത്തെ ചെക്ക് ഔട്ട് പ്രോസസ്സൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഗ്രാബിൽ നെക്സ്റ്റ് റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. കുറച്ച് യാത്രയുണ്ട്. ബെർജായ ഹിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ബെർജായ ഹിൽസിലാണ് നമ്മൾ ഒരു സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബെർജായ ഹിൽസിലെ കോൾമാ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ടൈപ്പ് റിസോർട്ടാണ്. കോൾമാ ട്രോപ്പിക്കൽ ഒരു ഫ്രഞ്ച് തീമിലുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള 2 ബെഡ്റൂംസാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അതിമനോഹരമാണ്. ഫ്രഞ്ച് തീമിലുള്ള ബിൽഡിങ്ങുകളാണ് നിറയെ. ഇതൊരു സ്റ്റേക്കേഷൻ റിസോർട്ടാണ്. കോലാലംപൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് 1 hour റൈഡ് ഉണ്ട് ഇവിടത്തേക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കഫേകളും ബേക്കറികളും ഒക്കെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കുട്ടികൾക്കായിട്ട് ഒരുപാട് ഗെയിം സോണുകളും ഉണ്ട്. ഗെയിംസ് കളിക്കാൻ ആവശ്യമായ കോയിനുകൾ നമ്മൾ മലേഷ്യൻ റിങ്കറ്റ്സ് റിസപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ നിന്ന് വാങ്ങണം.
റിസോർട്ടിലെ കമേലിയ ബ്ലോക്കിലാണ് ഞങ്ങളുടെ റൂമുള്ളത്. ഈ റിസോർട്ടിൽ ഒരുപാട് ബ്ലോക്കുകളുണ്ട്. ഓരോ ബ്ലോക്കിലും കുറേ റൂമുകളുണ്ട്. ഓരോ ബ്ലോക്കുകളും പല വ്യത്യസ്തമായ തീമുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ബ്ലോക്കിലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറുകളാണ് ഈ കാണുന്നത്. ഈ റിസോർട്ടിലെ മറ്റൊരു ഹൈലൈറ്റാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ. നല്ല വൃത്തിയും ഭംഗിയിലുമാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റിസോർട്ടിൻ്റെ ഏതൊരു മുക്കും മൂലയും അടിപൊളി ഫോട്ടോ പോയിൻ്റാണ്. സ്റ്റാർബക്സിലെ ടേബിൾ ഫൈസു കുലുക്കി പൊട്ടിക്കുമെന്നായപ്പോൾ ഞങ്ങൾ മെല്ലെ ഉള്ളിൽ പോയി വല്ലതും ഓർഡർ ചെയ്യാമെന്ന് വെച്ചു. ഈ സ്റ്റെയർ കേസ് കയറി ഏറ്റവും മുകളിൽ പോയി നിന്ന് താഴോട്ടേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ അതിഗംഭീരമാണ്. സത്യത്തിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സമയം പോകുന്നതറിയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസ് റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൂടാണ്ട് ബർജായ ടൈം സ്ക്വയറിലേക്ക് ദിവസവും ഇവർ ഷട്ടിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Show me. Okay. Kona vek. Coins anju naililla. Coins. Perga. Hi. Dadah, bye-bye.
മലേഷ്യയിലെ മറ്റു സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ വിസിറ്റേഴ്സ് വളരെ കുറവാണ് ഇവിടെ. കൂടുതലും അറബിക് വെസ്റ്റേൺ ടൂറിസ്റ്റുകളാണ് ഇവിടെ കൂടുതലുള്ളത്. 7-11 കയറി അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതിനുശേഷം നേരെ റൂമിലേക്ക് പോയി. പിന്നെ പൂളിൽ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ടുമോറോ മോർണിംഗ് ഇവരുടെ ആക്ടിവിറ്റിയായ ജാപ്പനീസ് ടീ ഗാർഡൻ വിസിറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ Day 5 നാളെ മുതൽ കാണാം.